ബാക്ക് ടു മൈ ചാനൽ. സോ ഒരു 1 വീക്ക് മുന്നേ ഞാൻ മൈ ഫേവറേറ്റ് സ്കിൻ കെയർ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിയിൽ ആത്മജ വിനു എന്ന് പറഞ്ഞിട്ടൊരു കുട്ടി കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ചേച്ചി ഒരു ലിപ്സ്റ്റിക് കളക്ഷൻ്റെ വീഡിയോ ചെയ്യുമോ എന്ന് പറഞ്ഞിട്ട്. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് ഒരു 2.5 വീക്സേ ആയിട്ടുള്ളൂ. സോ അപ്പോൾ തന്നെ ഇങ്ങനെ ഒരു കമൻറ്റ്, നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണല്ലോ അങ്ങനത്തെ ഒരു കമൻറ്റ് ഇട്ടത്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷവും പിന്നെ ഒരു യൂട്യൂബ് ബിഗിനർ ഒരു നിലയിൽ എനിക്ക് ഭയങ്കര ഒരു ഇൻസ്പിറേഷനും മോട്ടിവേഷനൊക്കെ കിട്ടിയത് കണ്ടപ്പോൾ. സോ ഇനി ഞാൻ അധികം വലിച്ചു നീട്ടുന്നില്ല. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ലിപ്സ്റ്റിക് കളക്ഷൻസ്. ഇത്രയും ലിപ്സ്റ്റിക്സാണ് എനിക്കുള്ളത്. കുറച്ച് ലിപ്സ്റ്റിക്സേ ഉള്ളൂ, അതുകൊണ്ട് ഈ വീഡിയോ വലിയ ലെങ്തി ഒന്നും ആയിരിക്കില്ല. സോ ഇനി നമുക്ക് ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് കാണാം. ഓക്കെ, സോ ഞാനിവിടെ ഇപ്പം എല്ലാം സെറ്റായിട്ടിരിക്കുകയാണ്. മേക്കപ്പ് റിമൂവർ എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ അതേപോലെ തന്നെ കോട്ടൺ പാഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഓരോ ലിപ്സ്റ്റിക് ഷെയ്ഡ് ഇട്ട് കഴിഞ്ഞിട്ടും ഇത് റിമൂവ് ചെയ്തിട്ടായിരിക്കും നെക്സ്റ്റ് ഷെയ്ഡ് കാണിച്ചു തരാം. പിന്നെ ചുണ്ടിൽ ഞാനിപ്പോൾ ഒന്നും ഇട്ടിട്ടില്ല, ബെയർ ലിപ്സിലായിരിക്കും ഞാൻ ഇട്ട് കാണിക്കാം. പക്ഷെ നമ്മൾ ഡെയിലി ആയിട്ട് നമ്മൾ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് എന്തായാലും നമ്മൾ ലിപ് ബാം ഇട്ടതിന് ശേഷമായിരിക്കണം ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ലിപ്പിന് പ്രശ്നങ്ങൾ വരും. സോ നമ്മളെപ്പോഴും ലിപ് ബാം ഇട്ടിട്ട് ലിപ്സ്റ്റിക്ക് ഇടുക. പക്ഷേ ഇപ്പം ഞാൻ കാണിക്കുന്നത് വെച്ചാൽ കറക്റ്റ് ഒരു കളർ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ലിപ് ബാം ഇടാണ്ട് കാണിക്കുന്നത്. പിന്നെ വേറെ ലൈറ്റൊന്നുമില്ല, നാച്ചുറൽ ലൈറ്റിലാണ് ഞാനിപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ഷെയ്ഡ് ഞാൻ കാണിക്കാൻ പോവാണ്. ഇത് മെബലൈൻ്റെ സൂപ്പർ സ്റ്റേ ആമസോണിയൻ 70 എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ്. ഞാൻ സ്വാച്ച് ചെയ്ത് കാണിക്കാം. ഇതൊരു ബ്രൗൺ ഒരു ഓറഞ്ച് കൈൻഡ് ഓഫ് ഒരു ഷെയ്ഡാണ്. ഇത് നിങ്ങൾക്കൊരു ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ലിപ്സ്റ്റിക്കാണ് വേണ്ടെങ്കിൽ ഇതൊരു ബെസ്റ്റ് ഓപ്ഷനാണ്. കാരണം ഇത് എത്ര തേച്ചാലും മായ്ച്ചാലും പോവില്ല, നമ്മൾ എത്ര ഫുഡ് കഴിച്ചാലും ഇത് പോവില്ല. പിന്നെ നമ്മൾ മേക്കപ്പ് റിമൂവർ ഇട്ട് റിമൂവ് ചെയ്താൽ മാത്രമേ ഇത് പോവുള്ളൂ. അത്രയും എന്താ പറയുക, ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ലിപ്സ്റ്റിക്കാണ്. സോ ഞാൻ ഇത് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. ഓക്കേ, സോ ഞാൻ മുന്നേ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഓഫീസിലൊക്കെ പോകുമ്പോൾ ഞാൻ ഈ ഒരു ലിപ്സ്റ്റിക്കാണ് ഞാൻ യൂസ് ചെയ്യലുണ്ടായിരുന്നത്. കാരണം ഇത് ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ്. രാവിലെ ഇട്ടാൽ വൈകുന്നേരം വരെ നമ്മുടെ ചുണ്ടിൽ അങ്ങനെ കിടക്കും. പക്ഷെ ഇത് കുറച്ച് ഡ്രൈ ആവാൻ കുറച്ച് ടൈം എടുക്കും. ഒരു 5 മിനിറ്റ്സ് കൊണ്ട് ഇത് ഡ്രൈ ആവും. പിന്നെ നോൺ ട്രാൻസ്ഫർ ആണ്, സൂപ്പർ ലോങ് ലാസ്റ്റിംഗ് ആണ്, ഞാൻ നേരത്തെ പറഞ്ഞു. പിന്നെ നമ്മളൊരു എന്താ പറയുക, ഒരു ഓഫീസിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു ഫോമൽ ഫങ്ഷൻസിനൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റിയൊരു ലിപ്സ്റ്റിക്കാണിത്. ഒരു ക്ലാസി ലുക്കാണ്. ഇതൊരു കൈൻഡ് ഓഫ് ഒരു ബ്രൗൺ, ഒരു ന്യൂഡ് കൈൻഡ് ഓഫ് ബ്രൗൺ, ഒരു ഓറഞ്ച് ഒരു ഷെയ്ഡും വരുന്നുണ്ട്. അപ്പം ഇതിൻ്റെ കറൻറ്റ് പ്രൈസ് എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് എന്ന് പറയുന്നത് 699 ആണ്. പക്ഷേ ഇതിപ്പം 419 നൈക്കയിൽ ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, സോ ഇനി ഞാൻ ഇത് റിമൂവ് ചെയ്തിട്ട് നെക്സ്റ്റ് ലിപ്സ്റ്റിക് ഇട്ട് കാണിച്ചു തരാം. ഇനി നമ്മൾ നെക്സ്റ്റ് ഷെയ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫെയർ ടു മീഡിയം സ്കിൻ ടോൺ ആയിരിക്കും അടിപൊളിയായിട്ട് ചേരുന്ന ഒരു ലിപ്സ്റ്റിക്കാണ്. ഭയങ്കര അഫോർഡബിൾ ആണ്, നോൺ ട്രാൻസ്ഫർ ആണ്. ഞാനിത് സ്വാച്ച് ചെയ്ത് കാണിക്കാം. ഇതാണ് അതിൻ്റെ ഒരു ഷെയ്ഡ് വരിക. ഒരു പിങ്കിഷ് ബ്രൗണിലേക്ക് പോകുന്ന പോലത്തെ ഒരു ഷെയ്ഡാണ്. ഇത് സ്വിസ് ബ്യൂട്ടീൻ്റെ റസ്റ്റി ന്യൂഡ് 418 എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. സോ ഇത് ഞാൻ ഇട്ട് കാണിച്ചതാണ്. ഇത് അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ആണ്, നോൺ ട്രാൻസ്ഫർ ആണ്. പിന്നെ ചുണ്ടിലിട്ടാൽ ഭയങ്കര കംഫർട്ടബിളാണ്, നമുക്ക് ഒരു ഹെവി ഫീലൊന്നും തോന്നില്ല. കുറച്ചൊരു ഇട്ടവിടെ നമുക്കൊരു ക്രീമി ഫിനിഷ് തോന്നും, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഒരു ഡ്രൈ ആയിട്ടൊരു മാറ്റ് ഫിനിഷിലേക്ക് ഇത് വരും. ഓക്കെ, സോ ഇതിൻ്റെ ഇപ്പോഴത്തെ പ്രൈസ് എന്ന് പറയുന്നത്, ഇതിൽ ആക്ച്വൽ പ്രൈസ് എന്ന് പറയുന്നത് 399 ആണ്. പക്ഷെ ഇതിപ്പം 279 ആണ്
നൈക്കയിലുള്ളത്. സോ ഇനി ഞാൻ ഇത് റിമൂവ് ചെയ്തിട്ട് നെക്സ്റ്റ് ഷെയ്ഡ് കാണിച്ചു തരാം. ഇത് റിമൂവ് ചെയ്ത് എൻ്റെ ചുണ്ടിൻ്റെ തോല് പോകുന്ന എനിക്ക് തോന്നുന്നത്. ഓക്കെ, സോ ഞാൻ റിമൂവ് ചെയ്തിട്ട് നെക്സ്റ്റ് കാണിക്കാം. ഓക്കെ, സോ നെക്സ്റ്റ് ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് എൻ്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക്കാണ്. പക്കാ ഒരു ന്യൂഡ് ഷെയ്ഡ് വരുന്ന ഒരു ലിപ്സ്റ്റിക്കാണ്. ഫെയർ സ്കിൻ ടു മീഡിയം സ്കിന്നവർക്ക് അടിപൊളിയായിട്ട് ചേരുന്ന ഒരു ഷെയ്ഡാണ്. ഓക്കെ, സോ പിന്നെ ഇതിൻ്റെ പുറകിലൊരു കഥയുണ്ട്. ഇത് ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയതല്ല. ഇതെൻ്റെ കല്യാണത്തിന് എനിക്ക് ഈ ഒരു ഷെയ്ഡും വേറൊരു ഷെയ്ഡും കൊണ്ട് മിക്സ് ചെയ്തിട്ടായിരുന്നു എനിക്ക് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നത് എൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ്. അപ്പം മേക്കപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മേക്കപ്പ് ആർട്ടിസ്റ്റ് പറഞ്ഞു ഇത് കയ്യിൽ വെച്ചോ, ഇടയ്ക്കിടയ്ക്കൊന്ന് ടച്ചപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടെന്ന്. അപ്പം ഞാനത് കയ്യിൽ വെച്ചു. പിന്നെ എനിക്കിത് തിരിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പം ഞാൻ പുള്ളിനോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു കുഴപ്പമില്ല, അത് കയ്യിൽ വെച്ചോ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ എനിക്ക് കിട്ടിയൊരു ഷെയ്ഡാണിത്. പക്ഷെ ഇതിപ്പോൾ എൻ്റെ ഫേവറേറ്റ് ആണ്. ഇത് നൈക്കൻ്റെ ലിക്വിഡ് ലിപ്സ്റ്റിക്ക്. ഷെയ്ഡ് വന്നിട്ട് കാശി 19 ആണ് ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത്. ഇത് അടിപൊളി ഷെയ്ഡാണ്. എന്താ പറയുക, ഒരു പക്കാ ഒരു ന്യൂഡ് ഷെയ്ഡാണ്. മൈ ഫേവറേറ്റ്. ഞാൻ അധികം വീഡിയോസിലൊക്കെ ഈ ഒരു ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യൽ. ഇതങ്ങനെ ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ഒന്നുമല്ല, എന്നാൽ അത്യാവശ്യം ഒരു 4-5 hours അത്യാവശ്യം ലാസ്റ്റ് ചെയ്യും. ഇത് ഒരു പിങ്ക് ആയിട്ട് വരുന്നൊരു ഷെയ്ഡാണ്. ഇത് ഞാൻ സ്വാച്ച് ചെയ്ത് കാണിച്ചില്ലായിരുന്നു അല്ലേ. സോ ഇതാണ് അതിൻ്റെ ഒരു ഷെയ്ഡ് വരുന്നത്. കാണുന്നുണ്ടോ? ഒരു പിങ്ക് ഷെയ്ഡാണ് ഇത് വരുന്നത്. നിങ്ങളുണ്ടല്ലോ, എനിക്ക് ഈ ഇട്ട ലിപ്സ്റ്റിക്കിൽ എനിക്ക് ഏതാണ് ചേരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, സോ ഇതിൻ്റെ കറൻറ്റ് പ്രൈസ് എന്ന് പറയുന്നത്, ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് 675 ആണ്. പക്ഷേ ഇത് 405 ഇപ്പം നൈക്കയിലുള്ളത്. ഓക്കെ, സോ ഇനി ഞാൻ ഇത് റിമൂവ് ചെയ്തിട്ട് നെക്സ്റ്റ് ആയിട്ട് വരാം. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു ലിപ് ക്രയോൺ ആണ്. ഷുഗറിൻ്റെ ലിപ് ക്രയോൺ. ഇത് ഷെയ്ഡ് വന്നിട്ട് ഹണി റൈഡർ 28 ആണ് ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത്. ഇതെനിക്കങ്ങനെ ഭയങ്കര ഇഷ്ടമൊന്നുമല്ല, കാരണം ഇത് ഭയങ്കര ഒരു ഡ്രൈ ആയ പോലെ ചുണ്ടിലിടുമ്പോൾ ഭയങ്കര ഒരു ഡ്രൈ ആയി. പിന്നെ ഇത് ആണെങ്കിൽ ഒരു റിച്ച് നിൽക്കുന്ന ഒരു പിങ്കാണ്, അങ്ങനെ കത്തി നിൽക്കുന്ന ഒരു പിങ്ക്. എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല. ഇത് ഒരു ഫ്ലൂറസെൻറ്റ് പച്ചയൊക്കെ പോലെ ഇങ്ങനെ കത്തി നിൽക്കും. ഇത് ഭയങ്കര ഒരു ഹെവി ഫീലിംഗ് ആണ് ഇട്ടാൽ. എനിക്ക് അങ്ങനെ വലിയ ഇഷ്ടമല്ല ഈ ലിപ്സ്റ്റിക്ക്. ഞാൻ പറഞ്ഞൊരു ഭയങ്കര ഒരു ബ്രൈറ്റ് ഒരു പിങ്കാണ്. എനിക്കിഷ്ടമല്ല. പക്ഷെ ഞാൻ എൻ്റെ ലിപ്സ്റ്റിക് കളക്ഷൻ കാണിച്ചുകൊണ്ട് ഞാനിത് കാണിച്ചതാണ്. ഓക്കെ, സോ ഇതിനെ പറ്റി പറയാനാണെങ്കിൽ ഇത് ഞാൻ അങ്ങനെ ഇട്ട് നോക്കിയിട്ടില്ല. കാരണം എനിക്ക് അതുകൊണ്ട് ഇത് ലോങ് ലാസ്റ്റിംഗ് ആണോ എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ആകെ 1-2 തവണ യൂസ് ചെയ്തിട്ട് ഈ ഷെയ്ഡ് അങ്ങനെ ഇഷ്ടമല്ലാത്തതുകൊണ്ട്. ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് എന്ന് പറയുന്നത് 599 ആണ്. പക്ഷെ ഇപ്പം 359 ആണ് നൈക്കയിലുള്ളത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഷെയ്ഡ് കാണാം. ഞാൻ ഇത് നെക്സ്റ്റ് കാണിക്കാൻ പോകുന്ന ലിപ്സ്റ്റിക്കും ഞാൻ അധികം യൂസ് ചെയ്യാത്തൊരു ലിപ്സ്റ്റിക്കാണ്. ഇത് ലാക്മേൻ്റെ 9 to 5 ബ്ലഷിങ് ന്യൂഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. ബ്ലഷിങ് ന്യൂഡ്. ഇത് പേര് പറയുന്ന പോലെ തന്നെ പക്കാ ന്യൂഡാണ്. ഇത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവും, ചുണ്ടിലിട്ടോന്നേ മനസ്സിലാവില്ല, അങ്ങനത്തെ ഒരു ന്യൂഡ്. എനിക്ക് തോന്നുന്നില്ല ഇത് മീഡിയം സ്കിൻ ടോണിന് ആർക്കും അങ്ങനെ ചെയ്തെന്ന് എനിക്ക് തോന്നുന്നില്ല. വാഷ് ഔട്ടായിരിക്കും. എനിക്ക് തന്നെ അങ്ങനെ ഒരു ലിപ്സ്റ്റിക് ഇട്ട പോലത്തെ ഒരു ഫീലിംഗ് ഉണ്ടാവില്ല. എനിക്ക് തോന്നുന്നു നമ്മൾ ലിപ് ലൈനറിൻ്റെ കൂടെ പെയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. പക്ഷേ ഈ നോ മേക്കപ്പ് ലുക്കൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഷെയ്ഡ് ഇട്ടാൽ നല്ല കറക്റ്റായിരിക്കും. പക്ഷേ ഈ ഷെയ്ഡ് ഞാനങ്ങനെ യൂസ് ചെയ്യലില്ല, കാരണം ഇത് ഇട്ടാൽ എനിക്ക് അങ്ങനെ മുഖമൊരു ഡള്ളാവുന്ന പോലത്തെ ഒരു ഫീലാണ്. അങ്ങനെ ബ്രൈറ്റൺ അപ്പ് ഒന്നും ആക്കുന്നില്ല. ഇത് ഞാൻ സ്വാച്ച് ചെയ്ത് കാണിച്ചു തരാം. കയ്യിലിടുമ്പോൾ എനിക്കൊന്ന് പിന്നെയും കളറുണ്ട്, പക്ഷെ ചുണ്ടിലിടുമ്പം അങ്ങനെ വാഷ് ഔട്ടായി പോകുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. ഓക്കെ, ഇനി ഞാൻ എൻ്റെ പ്രൈസ് പറയാം. ഇതിന്
ഇതിൻ്റെ ആക്ച്വൽ പ്രൈസും 599 ആണ്. പക്ഷേ ഇതിപ്പം 300 ആണ് നൈക്കയിലുള്ളത്. ഓക്കെ, ഇപ്പം നൈക്കയിൽ പിങ്ക് സെയിൽ നടക്കുന്നതുകൊണ്ട് ഇപ്പം നല്ല ഓഫർ ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഇതിൻ്റെ യൂഷ്വലിയും ഏകദേശം ഈ ഒരു റേഞ്ചിൽ തന്നെ ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഇനി ഒരു മെബലൈൻ്റെ ലിപ്സ്റ്റിക്ക്. ഇതും സൂപ്പർ സ്റ്റേ ആണ്, വൈനിൽ ലിങ്കിൻ്റെ റേഞ്ചിൽ വരുന്നതാണ്. ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ ഞാൻ വാങ്ങിയതാണ് ഈ ഒരു ലിപ്സ്റ്റിക്ക്. ലിപ്പി എന്നാണ് ഇതിൻ്റെ ഷെയ്ഡിൻ്റെ പേര്. ലിപ്പി 10 ആണ് ഇതിൻ്റെ ഷെയ്ഡ്. ഓക്കെ, ഇത് ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ്. പേര് പറയുന്ന പോലെ തന്നെ സൂപ്പർ സ്റ്റേ ആണ്. രാവിലെ ഇട്ടാൽ വൈകുന്നേരം വരെ അങ്ങനെ ഉണ്ടാവും. പിന്നെ മറ്റേ സൂപ്പർ സ്റ്റേയില്ലേ, ഞാൻ ആദ്യം കാണിച്ച സൂപ്പർ സ്റ്റേ മെബലൈൻ്റെ, ഇത് ഒരു മാറ്റ് ഫിനിഷാണ്. പക്ഷേ ഈ ഒരു വൈനിൽ ലിങ്കിൽ വരുന്നത് ഇതൊരു എന്താ പറയുക, ഭയങ്കര ഒരു ഗ്ലോസി ഫിനിഷാണ് ഇതിന് വരിക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിങ്ങനെ ഫങ്ഷൻസിനൊക്കെ പോകുമ്പോഴാണ് ഈ ഒരു ലിപ്സ്റ്റിക്ക് ഞാൻ യൂസ് ചെയ്യുക. നമ്മൾ മുഖം നല്ല ബ്രൈറ്റൻ അപ്പ് ആക്കും. എനിക്കത് മീഡിയം ടോണായിരിക്കും നല്ലോണം, ഫെയർ ടു മീഡിയം ടോണായിരിക്കും നല്ലോണം ചേരുന്നൊരു ഷെയ്ഡായിരിക്കും ഇത്. ഞാൻ ഇട്ടത് ശരിയായിട്ടില്ല, ഇവിടെ കുറച്ച് കൂടിപ്പോയി. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ ഷെയ്ഡ്. കണ്ടോ, ഒരു ഗ്ലോസി ഫിനിഷാണ്, കണ്ടോ. പിന്നെ അടിപൊളിയായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്യും. പിന്നെ നല്ലൊരു ക്രീമി ടെക്സ്ചറാണ്. പിന്നെ ട്രാൻസ്ഫർ പ്രൂഫാണ്. ഇതൊന്ന് ആദ്യം ഒന്ന് ഡ്രൈ ആവാൻ ഒരു 5 minutes എടുക്കും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയത് ട്രാൻസ്ഫർ ആവില്ല, ട്രാൻസ്ഫർ പ്രൂഫാണ്. പിന്നെ പ്രൈസ് അല്ലേ, ഇതിൻ്റെ പ്രൈസ് ശരിക്കത്തെ പ്രൈസ് 849 ആണ്. പക്ഷെ ഇപ്പം 509 ആണ് ഉള്ളത് നൈക്കയിൽ. ഓക്കെ, സോ ഇതെൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് ഷെയ്ഡാണ്. പല്ലിലൊക്കെ ആയി. ഓക്കെ, സോ ഇനി ഞാൻ നെക്സ്റ്റ് ഷെയ്ഡായിട്ട് ലാസ്റ്റ് ഷെയ്ഡ് കാണിക്കാം. ഇതിൻ്റെ ലിങ്ക് എനിക്ക് കൊടുക്കാൻ പറ്റില്ല, കാരണം ബാക്കി എല്ലാത്തിൻ്റെയും ഞാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും കേട്ടോ. ഇത് ഞാൻ തായ്ലൻഡ് പോയപ്പോൾ വാങ്ങിയതാണ്, അവിടുത്തെ ഒരു മോളിൽ പോയപ്പോൾ വാങ്ങിയതാണ്. ഇത് വലിയ കോസ്റ്റ്ലി ഒന്നുമല്ല. അവിടുത്തെ ഒരു 100 Thai baht, നമ്മുടെ നാട്ടിലൊരു 200-220 രൂപ റേഞ്ച് വരുന്ന സാധനമാണ്. ഇത് ഞാൻ യൂഷ്വലി എങ്ങനെ യൂസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചിങ്ങനെ അപ്ലൈ ചെയ്തിട്ട് ഫിംഗറിനെ കൊണ്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. ഇങ്ങനെയാണ് ഞാൻ യൂഷ്വലി ഇത് ഇടല്. പക്ഷെ ഇപ്പം ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഇത് ഫുള്ളി ഞാൻ ഇട്ട് കാണിച്ചു തരാം. ഇത് ഒട്ടും ലാസ്റ്റ് ചെയ്യൂല. പിന്നെ ഭയങ്കര ട്രാൻസ്ഫറോ എവിടെ തൊട്ടാലും അവിടെ ഇത് ട്രാൻസ്ഫറാവും. ഒട്ടും ലാസ്റ്റിംഗ് അല്ല. എനിക്കിത് ഒട്ടും വൃത്തിയായിട്ട് തോന്നാത്തൊരു ലിപ്സ്റ്റിക്കാണ്. പക്ഷെ ഞാൻ മറ്റേ പറഞ്ഞാൽ കുറച്ചിട്ട് ഇങ്ങനെ സ്പ്രെഡാക്കി ഇടുമ്പം ഭയങ്കര ഒരു നാച്ചുറൽ പിങ്ക് ലിപ്സ് പോലെ തോന്നും. അപ്പോൾ ഞാൻ ഇങ്ങനെ അടുത്തൊക്കെ പോകുമ്പോഴൊക്കെ ഞാൻ ഈ ഒരു ഷെയ്ഡാണ് ഞാൻ യൂസ് ചെയ്യാറ്. ഓക്കെ ഗൈസ്, അതായിരുന്നു എൻ്റെ ലിപ്സ്റ്റിക് കളക്ഷൻ വീഡിയോ. എനിക്ക് തോന്നുന്നു ഒരു 6-7 ലിപ്സ്റ്റിക്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാനൊരു ബിഗിനറാണ് യൂട്യൂബിൽ. സോ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ എൻ്റെ പ്രസൻറ്റേഷനിൽ എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു സജഷൻ നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ ഡു കമൻറ്റ്. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നമ്മളെപ്പോലുള്ള ബിഗിനേഴ്സിനൊക്കെ ഇങ്ങനെ എല്ലാവരുടെയും സപ്പോർട്ടിൻ്റെ ആവശ്യമുണ്ട്. ഓക്കെ, സോ ഇനി നമുക്ക് പിന്നെ ഒരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. Until then, bye.